തിരിച്ചടി കുരുങ്ങിക്കോളൂ എന്നുള്ളതാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ, ഇസ്രായേലിന് നേരെ കടുത്ത ആക്രമണത്തിന് ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ IRGSന്റെ പ്രസ്താവനയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ സായി വീണ്ടും കടുക്കുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം അവർക്കറിയാം, ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടാൽ, ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ വരാൻ പോകുന്നത് ഷാ ഭരണകൂടമാണ് എന്നുള്ളതറിയാം. ഇതിനകം തന്നെ റസാ പല്ലവി അതിനുള്ള സൂചന നൽകിക്കഴിഞ്ഞു. ഇറാൻ മോചനത്തിലേക്ക് അടുക്കുന്നു എന്നാണ് റസാ പല്ലവി ഇപ്പോൾ പറയുന്നത്. അമേരിക്കയും അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് കീഴടങ്ങാൻ ഒരുക്കമല്ല എന്നുള്ള സൂചനയാണോ ഇപ്പോൾ IRGSന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന അവിടുത്തെ സൈനിക നേതൃത്വത്തിന്റെ പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരുങ്ങിയിരുന്നോളൂ, തിരിച്ചടി കുരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ IRGSന്റെ മുന്നറിയിപ്പ്. എങ്ങനെ വായിക്കണം? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രതികരണമായി തന്നെ വേണം അതിനെ കാണാൻ. ഇതുവരെ കണ്ടതല്ല, ഇനിയാണ് യഥാർത്ഥ തിരിച്ചടി വരാൻ പോകുന്നത് എന്നുള്ള കൃത്യമായിട്ടൊരു മുന്നറിയിപ്പ് കൂടിയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇറാന്റെ സൈനിക മേധാവികൾ പറഞ്ഞത്, ഇതുവരെ അമേരിക്കയും ഇസ്രയേലും കാണാത്ത, പരിചയിച്ചിട്ടില്ലാത്ത തങ്ങളുടെ ആയുധ ശേഖരത്തിലുള്ള പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ തങ്ങളിതാ പ്രയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ അതിരാവിലെ ആദ്യഘട്ടത്തിൽ നടന്ന ആക്രമണത്തിൽ തന്നെ ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടിരുന്നു. ഏകദേശം 30-ലധികം ബോംബുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഓഫീസ് കെട്ടിടത്തിൽ മാത്രം പതിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തകർന്ന തരിപ്പണമായി അദ്ദേഹത്തിന്റെ ആ ഓഫീസ് കെട്ടിടം. ആ സമയത്ത് അവിടെ ഔദ്യോഗിക ജോലിയിൽ ഇരിക്കുകയായിരുന്നു ആയത്തുള്ള അലി ഖമൈനി. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടതിന്റെ ഒരു ആദ്യ പ്രതികരണം എന്ന രീതിയിൽ തന്നെയാണ് വളരെ വേഗം ഗൾഫ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഇന്നലെ നടത്തിയ ഒരു ആക്രമണം. പക്ഷേ ഇപ്പോൾ IRGC പറയുന്നത് പ്രകാരം അതൊരു തുടക്കം മാത്രമാണ്. ഇനിയാണ് യഥാർത്ഥത്തിലുള്ള ആക്രമണം നിങ്ങൾ കാണാൻ പോകുന്നത്. രണ്ടും കൽപ്പിച്ച് ഇറാൻ ആ വെല്ലുവിളി ഉയർത്തുമ്പോൾ വലിയ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ്. ഏത് രീതിയിലായിരിക്കും ഇറാൻ ഇനി ആ തിരിച്ചടി നൽകാൻ പോകുന്നത് എന്നുള്ളത് അങ്ങേയറ്റം പ്രധാനമാണ്. നമുക്കറിയാം, ഗൾഫ് രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. മിസൈലുകളും ഡ്രോണുകളും ഒക്കെ വർഷിക്കുന്നു. അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ അങ്ങോട്ടേക്ക് തൊടുക്കും. അതോ നേരിട്ട് ഇസ്രയേലിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ആയുധബലത്തിൽ ഒട്ടും പിന്നോട്ട് നിൽക്കുന്ന രാജ്യമല്ല ഇറാൻ. പ്രഹരശേഷിയുള്ള ആയുധങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്. അവരുടെ സർവ്വ സൈന്യാധിപനെ തന്നെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നഷ്ടങ്ങളുടെ പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയത്തുള്ള അലി ഖമൈനി എന്നുള്ളത്. എല്ലാ ഉപാധികളും വെച്ച് എല്ലാ പ്രതിസന്ധികൾക്കിടയിലും അവരെ നയിച്ചൊരു നേതാവ് കൂടിയാണ് ആയത്തുള്ള അലി ഖമൈനി. പലതരത്തിലുള്ള ഉപരോധങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന ഇറാനെ ആ സമയത്തൊക്കെ നയിക്കുകയും ഒരു ഘട്ടത്തിൽ പോലും അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ട് പോകാതെ സ്വന്തം നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ രാജ്യത്തെ മുന്നോട്ട് നയിച്ചൊരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റം, ലോകത്തിലെ ഏറ്റവും ക്രൂരനായ നേതാവ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പോലും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അങ്ങനെ അമേരിക്കയെ എന്നും വെല്ലുവിളിച്ച ഒരു നേതാവായിരുന്നു ആയത്തുള്ള അലി ഖമൈനി. 86 വയസ്സുണ്ടെങ്കിലും ആ പ്രായത്തിന്റെ തളർച്ചയൊന്നും ബാധിക്കാതെ ഇറാനെ ഇപ്പോഴും ശക്തമായി മുന്നോട്ട് നയിച്ചിരുന്ന ഒരു നേതാവ്. അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ മൊസാദിനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ വകവരുത്തിയപ്പോഴും തളരാതെ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് ഇറാനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ്. ആ ഒരു നേതാവിനെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വകവരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ അവർ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വെറും വാക്കായിരിക്കില്ല ഡോക്ടർ അരുൺകുമാർ. ആ ഒരു തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി നമുക്കറിയാം, UAE-യിലും ഖത്തറിലും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തി. പക്ഷെ അതിലൊന്നും വലിയ നാശമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അവിടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാനും കഴിഞ്ഞു. പക്ഷെ അതൊരു ചെറിയ ഒരു തുടക്കം മാത്രമാണ് അങ്ങനെ തന്നെ കണക്കാക്കേണ്ടി വരും. സായി, കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ഒരുപക്ഷെ IRGSന്റെ ഭാഗത്തു നിന്നുണ്ടാവാം. ജാഗ്രതാ നിർദ്ദേശമുണ്ട്, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇറാന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഇന്നലെ രാത്രിയിൽ കണ്ടതാണ്. അമേരിക്കയുടെ സേനാതാവളങ്ങളെയാണ് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത്. മിഡിൽ ഈസ്റ്റിലുള്ള സേനാതാവളങ്ങളാണ് ആക്രമണത്തിനിരയായത്. അതിൽ തന്നെ ബഹ്റിൻ നടന്ന ആക്രമണങ്ങൾ നമ്മൾ നേരത്തെ എണ്ണി പറഞ്ഞിരുന്നു. ഇറാഖ് ടവറടക്കം ഇന്നലെ ആക്രമണത്തിന് വിധേയമാവുന്നതും കണ്ടു. അതായത് ജനവാസ മേഖലകളിലേക്ക് കൂടി ഡ്രോണുകളും മിസൈലുകളും ഇന്നലെ ബഹ്റിനിലേക്ക് അയക്കുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു തിരിച്ചടിക്ക് തയ്യാറെടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റിലുള്ള അവർ ജാഗ്രതയോടുകൂടി കുറച്ചുകൂടി സുരക്ഷിതരായി തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.